Good morning. Today we are going to discuss the chapter Human Resource Development in India. ഇന്ത്യയിലെ മാനവ വിഭവശേഷി വികസനം എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിക്ക് നടുവിലാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ സഹായിക്കുന്നതിനായും പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാർ മറ്റ് ജോലിക്കാരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ക്ലാസ് ആരംഭിക്കുന്നത്. ലൈക്ക് ദി ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് അതർ വർക്കേഴ്സ്, there are different types of workers in our surroundings. Then which are the different jobs in our surroundings? Then we can see, then some of the people, they were worked in agricultural activities and others engaged in industrial activities, and some of them were worked in goldsmith, blacksmith and textile field, etc. Then all of these people, they were produced goods and services. What are the products produced these workers? Then farmers, they were produced agricultural crops, and a goldsmith, he was make ornaments. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പലതരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് മനുഷ്യ അധ്വാനമാണ്. മാൻ പവർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് വൺ, വി ക്യാൻ സ്റ്റഡി ഹ്യൂമൻ റിസോഴ്സ്. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്? Many goods and services are necessary for improving human life and for the progress of a country. അതായത് ഒരു രാജ്യ പുരോഗതിക്കും മനുഷ്യൻ്റെ ജീവിത വികസനത്തിനും ഹ്യൂമൻ റിസോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. Then what is human resource? Human resource refers to people who have manpower which can be utilized in the production sector. ഉൽപ്പാദന മേഖലയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയാണ് മനുഷ്യ വിഭവം എന്ന് നമ്മൾ പറയുന്നത്. ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഗ്രസ് ഓഫ് എ കൺട്രി ക്യാൻ ബി ആക്സിലറേറ്റഡ് ഓൺലി ഇഫ് ദി ഹ്യൂമൻ റിസോഴ്സ് ഈസ് ഡെവലപ്ഡ് ടു ദി മാക്സിമം. അതായത് ഒരു രാജ്യത്തെ മനുഷ്യ വിഭവശേഷി പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരു രാജ്യത്തിലെ ഉൽപ്പാദനവും അതേപോലെ ആ രാജ്യ പുരോഗതിയും സാധ്യമാവുന്നത്. അപ്പോൾ മാനവ വിഭവശേഷി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ പുരോഗതിക്കും ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ദി നെക്സ്റ്റ് ടോപ്പിക് വി ക്യാൻ സ്റ്റഡി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. മാനവ വിഭവശേഷി വികസനം എന്നാൽ എന്ത് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഈസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. അതായത് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാലനത്തിലൂടെയും നൈപുണ്യ വികസനത്തിലൂടെയും പരിശീലനത്തിലൂടെയുമുള്ള മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. മനുഷ്യ വിഭവശേഷിയുടെ പ്രധാനപ്പെട്ട തലങ്ങൾ ഏതെല്ലാമെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽസ് ടേക്ക് എഫേർട്സ് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നു. രണ്ടാമതായി, ഫാമിലി ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെൻറ്റ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ്. മനുഷ്യൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സഹായം കുടുംബം ചെയ്തു കൊടുക്കുന്നു. തേർഡ് വൺ, വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് പലതരത്തിലുള്ള സ്ഥാപനങ്ങളും ഏജൻസികളും മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഫോർത്ത് വൺ, നേഷൻ പ്രൊവൈഡ്സ് ദി നെസസറി ഫെസിലിറ്റീസ് ഫോർ ദി പീപ്പിൾ ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. മനുഷ്യൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് രാഷ്ട്രവും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് human resource development. Next, we are discuss
the features of human resource development. The features of human resource development divided into quantitative features and qualitative features. The quantitative features again divided into size of population, growth of population, population density, population structure. The growth of population again divided into birth rate and death rate. Population structure again divided into age structure, sex ratio, labor force participation rate. അതായത് നമ്മൾ മനുഷ്യ വിഭവ വികസനത്തെ രണ്ടായി തരംതിരിക്കാം, സവിശേഷതകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഗണപരമായ സവിശേഷതകളും മറ്റൊന്ന് ഗുണപരമായ സവിശേഷതകളും ആണ്. ഗണപരമായ സവിശേഷതകളെ ജനസംഖ്യ വലുപ്പം, ജനസംഖ്യ വളർച്ച, ജനസംഖ്യ ഘടന, ജനസാന്ദ്രത, ജനന നിരക്ക്, മരണനിരക്ക്, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, തൊഴിൽ ലഭ്യത, തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഡിവൈഡഡ് ഇൻ ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ലിറ്ററസി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് ഗുണപരമായ സവിശേഷതകളെ വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, സാക്ഷരതാ നിരക്ക്, ആയുർദൈർഘ്യം എന്നിങ്ങനെ തരംതിരിക്കാവുന്നതാണ്. സൈസ് ഓഫ് പോപ്പുലേഷൻ. Size of population refers to the total number of people residing in a country at a particular time. അതായത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ജനസംഖ്യ വലുപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെ ജനസംഖ്യ വലുപ്പം എന്ന് പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാ പഠനം എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡെമോഗ്രഫി, ദി ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് അനലൈസസ് ദി പോപ്പുലേഷൻ, ദി ചേഞ്ചസ് ഇൻ ഇറ്റ്സ് സൈസ്, ഇറ്റ്സ് സ്ട്രക്ചറൽ ആസ്പെക്റ്റ് എക്സെട്ര ഈസ് നോൺ ആസ് ഡെമോഗ്രഫി. അതായത് ജനസംഖ്യ വലുപ്പം, ജനസാന്ദ്രതയിലുണ്ടാവുന്ന മാറ്റം, അതിൻ്റെ ഘടനാപരമായ മാറ്റം എന്നിവയെ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയെ ജനസംഖ്യാ പഠനം എന്ന് പറയുന്നു. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി ദി പോപ്പുലേഷൻ സെൻസസ്. എന്താണ് ജനസംഖ്യാ കണക്കെടുപ്പ്? നമ്മൾ ജനസംഖ്യാ കണക്കെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. നമ്മൾ ഈ വർഷം 2021 ജനസംഖ്യാ കണക്കെടുപ്പിന് ആവശ്യമായ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ച സമയത്താണ് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്തിലേക്കും ഇന്ത്യയിലേക്കും കടന്നു വരികയും നമ്മുടെ സെൻസസ് പ്രവർത്തനങ്ങളൊക്കെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. ദെൻ വാട്ട് ഈസ് പോപ്പുലേഷൻ സെൻസസ്? എന്താണ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. Every country collect the information on the number of people in the country, their age, sex, socio-economic status, etc. Analyzes these at specific intervals of time. അതായത് ഒരു പ്രത്യേക ഇടവേളകളിലായി ഓരോ രാഷ്ട്രവും ആ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമൂഹ്യ സാമ്പത്തിക ഘടന എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനെയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇൻ ഇന്ത്യ കണ്ടക്റ്റഡ് പോപ്പുലേഷൻ സെൻസസ് വൺസ് ഇൻ 10 years. അതായത് ഓരോ 10 വർഷം കഴിയുമ്പോഴുമാണ് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്. ദെൻ ദി ലാസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ കണ്ടക്റ്റഡ് ഇൻ 2011. ഇൻ ഇന്ത്യ പോപ്പുലേഷൻ സെൻസസ് കണ്ടക്റ്റഡ് ദി ഓഫീസ് ഓഫ് ദി പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫീസാണ് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പിന് നേതൃത്വം നൽകുന്നത്. വൈ ആർ പോപ്പുലേഷൻ സ്റ്റഡീസ് കണ്ടക്റ്റഡ്? എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പൊക്കെ നടത്തുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, population studies help the government to quantitatively assess the different needs of the people and to plan activities and programs accordingly. ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും
പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കാനും ഗവൺമെൻറ്റിന് ഇത്തരം ജനസംഖ്യാ കണക്കെടുപ്പ് സഹായിക്കുന്നു. നമ്പർ 2, ഇൻഫോംസ് ദി അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി. രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുന്നു. ഇതിനും ജനസംഖ്യാ കണക്കെടുപ്പ് സഹായിക്കുന്നു. തേർഡ് വൺ, ഡെപ്പിക്സ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് റിക്വയർഡ് ബൈ ദി പീപ്പിൾ. ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയാണെന്ന് അറിയാനും ഇത് സഹായിക്കുന്നു. ഫോർത്ത് വൺ, ക്വാണ്ടിഫൈസ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ്. ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്താനും സഹായിക്കുന്നു. ലാസ്റ്റ് വൺ, ഡിറ്റർമിൻ ദി സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻ്റൽ പോളിസീസ്. സാമൂഹ്യ സാമ്പത്തിക പരിപാടികൾ ആവിഷ്കരിക്കുന്നതിന് ജനസംഖ്യാ കണക്കെടുപ്പ് സഹായിക്കുന്നു. ദെൻ വൈ ദി പോപ്പുലേഷൻ സെൻസസ്. എന്തിനാണ് പോപ്പുലേഷൻ സെൻസസ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലായില്ലേ? According to the last census, 1st March 2011, according to this, there are 121.02 crore people in India. Out of these, 58.65 of them females and 62.37 are males. According to the report of UNO in 2014, the world population is 724.4 crore people. അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 2014 ലോക ജനസംഖ്യ 724.4 കോടിയിലെത്തിയിരിക്കുന്നു എന്നാണ് കണക്ക്. ഓഫ് ദീസ് 17.5% ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ഇൻ ഇന്ത്യ. ഈ ലോക ജനസംഖ്യയിൽ 17.5% ആളുകൾ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ചൈന ഈസ് ദി ഫസ്റ്റ് റാങ്ക് ഇൻ ദി പോപ്പുലേഷൻ. ജനസംഖ്യയിൽ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്നത് ചൈനയും രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കുമാണ്. ദെൻ USA, ജപ്പാൻ ആൻഡ് ചൈന they were utilized human resource. So this helped the countries to the economic development. അതായത് ചൈന, ജപ്പാൻ, USA തുടങ്ങിയ രാജ്യങ്ങൾ മനുഷ്യ വിഭവത്തെ, ഇത്രയും കൂടുതൽ ആളുകളുള്ള ഈ രാഷ്ട്രങ്ങൾ മനുഷ്യ വിഭവത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഇത് ആ രാഷ്ട്രങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക പുരോഗതിക്ക് സഹായകമാവുകയും ചെയ്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു രാജ്യത്തിലെയും മാനവ വിഭവം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ സഹായിക്കുന്നു എന്നാണ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ ഈസ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അടുത്ത ഗണപരമായ സവിശേഷതയാണ് ജനസാന്ദ്രത. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ടു ദി പോപ്പുലേഷൻ? ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലോ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് പോപ്പുലേഷൻ? ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദി ഫാക്ടേഴ്സ് ലൈക്ക് ഫേവറബിൾ ക്ലൈമറ്റ്, എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് ആൻ ഏരിയ. നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥ, സാമ്പത്തിക സ്ഥിതി, രാഷ്ട്രീയ സ്ഥിതി എന്നിവ ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി, എന്താണ് ജനസാന്ദ്രത എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. പോപ്പുലേഷൻ ഡെൻസിറ്റി റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഇത് പ്രകാരം നമുക്ക് ഇന്ത്യയിലെ ജനസാന്ദ്രതയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 2000 സെൻസസ് 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. 1102 ആളുകളാണ് ബീഹാറിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നത്. സെക്കൻഡ് പൊസിഷൻ ഈസ് വെസ്റ്റ് ബംഗാൾ. രണ്ടാം സ്ഥാനം വെസ്റ്റ് ബംഗാളിലാണ്. അവിടെ പെർ സ്ക്വയർ കിലോമീറ്ററിൽ 1029 ആളുകളാണ് താമസിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 859 ആളുകളാണ് കേരളത്തിൽ താമസിക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് കേരളം നമുക്ക് സ്ഥലം വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമാണ്. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമുക്കിടെ ജനസംഖ്യ സ്ക്വയർ കിലോമീറ്ററിൽ 859 ഉള്ളത്.
ഇനി നമുക്ക് ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശാണ്. ഈസ് ദി ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി സ്റ്റേറ്റ്. അവിടുത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ പെർ സ്ക്വയർ കിലോമീറ്ററിൽ 17 ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്കൊന്നുകൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യമായി നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്ന് പഠിച്ചു. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മനുഷ്യവിഭവം, മാനവ വിഭവശേഷി വികസനം എന്താണെന്ന് പഠിച്ചു. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവ വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. സവിശേഷതകൾ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതിൽ നമ്മൾ 2 ടോപ്പിക്സ് വീണ്ടും ഡിസ്കസ് ചെയ്തു. സൈസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.